എൻ്റെ നാട്ടിലെ കുതിരക്കെട്ടായി കഴിഞ്ഞാലുള്ള രാത്രികളാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. നോക്കിക്കേ, എൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എന്തൊരു ഒത്തൊരുമയോടെയാണ് ഈ കായ്കറികളൊക്കെ ഇരുന്ന് അരിഞ്ഞു വെക്കുന്നതെന്ന്. ഇത് ഞങ്ങൾക്ക് നാളത്തേക്കുള്ള കഞ്ഞിക്കും വസ്ത്രത്തിനും ഒക്കെയുള്ള ഇതാണ് കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ രാത്രിയിൽ എല്ലാം അരിഞ്ഞു വെക്കും. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ജോലിയൊക്കെ എളുപ്പമാവുമല്ലോ. രാത്രി ഇങ്ങനെ എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞാണ് ചിരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ചെയ്യുകയാണ്. എന്താ രസമെന്നറിയാവോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ആഘോഷങ്ങൾക്കൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒത്തുകൂടാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ അവരുടേതായ ജോലികളിലാണ്. ബാക്കി ചെറുതുങ്ങളെല്ലാം ദേ അവരുടെ കലാപരിപാടിയിലാണ്. പിന്നെ ഒരറ്റത്ത് അവർ രണ്ടുപേരും മുതിരയൊക്കെ ഇരുന്ന് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് തന്നെ മുതിരയൊക്കെ വറുത്ത് വെക്കും. ഞാൻ നിങ്ങളെ അതൊക്കെ കാണിക്കാം കേട്ടോ. ഭയങ്കര നല്ല രസമുള്ള ചടങ്ങുകളൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചിട്ടുകുളങ്ങര അമ്പലത്തിലെ മീനഭരണി അത്രയ്ക്ക് പ്രാധാന്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് ഞങ്ങളുടെ കുംഭഭരണിയും മീനഭരണിയും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ നോക്കിക്കേ, മുതിരയൊക്കെ ഇരുന്ന് പാറ്റുന്നതുണ്ടോ ഈ രാത്രിയിൽ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ വറുത്തിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കും ഇന്ന്. എന്നിട്ട് നാളെ അത് മുതിരക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് കുട്ടികൾ വരെ ഇരുന്ന് ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ അരിഞ്ഞൊക്കെ വെക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സുഭാഷണ്ണനാണ് ഇതിൻ്റെ കറിയുടെ ആശാന്. അതെല്ലാം നമുക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് കഷ്ണങ്ങളൊക്കെ അരിയേണ്ടതെന്ന്. അതനുസരിച്ച് ഞങ്ങളെല്ലാവരും ബാക്കിയെല്ലാവരും കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊന്നും ഞാൻ ഉള്ളിയുടെ അടുത്തോട്ടൊന്നും പോകുന്നില്ല. അവിടെ കറുപ്പായണ്ണനും അവിടെ മാറിയിരിക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും ഇരുന്ന് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നിങ്ങളെ ഞാൻ മുതിര എങ്ങനെയാണ് വറക്കുന്നതെന്ന് കാണിക്കാം. ഞങ്ങൾ ഭയങ്കര പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചാണ് ഈ മുതിര വറക്കുന്നത്. വേറെ ഡാൻസൊന്നും അല്ല കേട്ടോ. ചിട്ടുകുളങ്ങരയമ്മയുടെ തന്നന്നെ തന്നന്നെ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടിയാണ് ഞങ്ങൾ ഈ മുതിര വറക്കുന്നത്. ഇത് മുതിരയാണ് പ്രധാനമായിട്ടും ചിട്ടുകുളങ്ങരയമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അതുകൊണ്ട് ഇത് വറക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു തന്നന്നെ എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടാണ്. അങ്ങനെ എല്ലാവരും ആ പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ മുതിര വറക്കുകയാണ്. ഇനി ഇന്ന് ഞങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കും. നാളെ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം. ഓക്കെ, ബൈ ബൈ.